പത്തനംതിട്ട ഓമല്ലൂരിൽ ക്ഷേത്ര ജീവനക്കാരനെതിരെ RSS പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമമെന്ന് പരാതി. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്ര ജീവനക്കാരൻ M രഞ്ജിത്തിനെതിരെയാണ് കയ്യേറ്റ ശ്രമം നടന്നത്. സംഭവത്തിൽ M രഞ്ജിത്ത് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്, വിഷ്ണു, പിന്നെ കണ്ടാലറിയാവുന്ന രണ്ടുപേരും, പേരെനിക്കറിയത്തില്ല. എന്നോട് അവിടെ നിൽക്കാൻ പറയുകയും മൈക്ക് എടുക്കാനെ കൊണ്ട് ദേവസ്വം കൊണ്ട് അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തിനാണെന്ന് ചോദിക്കുകയും അപ്പൊ ഇതാരാ വാങ്ങിച്ചു വെച്ചതെന്ന് എന്നോട് ചോദിച്ചു. നമ്മളത് എനിക്കറിയത്തില്ല. ഡിപ്പാർട്ട്മെന്റ് സാധനമല്ലേ, ഡിപ്പാർട്ട്മെന്റ് സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അവര് പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ എന്റെ ഡ്യൂട്ടി ടൈമിലാണ്, ഞാൻ അങ്ങോട്ട് പോവാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയ വഴിയില് അവിടെ നിന്നിട്ട് എന്റെ പുറകിൽ നിന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി, വെളിയിലോട്ട് ഇറങ്ങിവാ, എന്റെ തലയടിച്ച് പൊട്ടിക്കും, ഇത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമല്ലോ എന്നാൽ എന്റെ ജീവൻ എടുക്കുന്ന രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അന്ന് രാത്രി. ആദ്യം വധഭീഷണി മുഴക്കിയ ആള് RSSന്റെ പ്രവർത്തകനാണോ? ആ പ്രവർത്തനാണെന്ന് തോന്നുന്നു. എനിക്ക് അതിന്റെ ഡീറ്റെയിൽ കറക്റ്റ് അറിയത്തില്ല. പുള്ളി പ്രശാന്ത് എന്നാണ് പുള്ളിയുടെ പേര്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. രണ്ടാമത് ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ശേഷം ഇവിടെ RSSന്റെ ശാഖ എടുക്കാനും ഇങ്ങനെ അവിടെയൊക്കെ നടക്കുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാം. പിന്നെ വിഷ്ണു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണ്. ഈ സംഭവത്തിലെ പരാതിക്കാരൻ രഞ്ജിത്തുമായി ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു സംസാരിച്ചതിന്റെ ശബ്ദ സംപ്രേഷണമാണ് കേട്ടത്. സുജു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സുജു, എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കൂടുതൽ കാര്യങ്ങൾ? പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക്. തുടർ നടപടിക്രമങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? കവി, ഈ വിഷയത്തിൽ രഞ്ജിത്ത് പറയുന്നത് ഇത് ഞായറാഴ്ചയാണ് ഈ അക്രമ ശ്രമം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നത്. ശനിയാഴ്ച ദിവസം RSSന്റെ ഭജനയായി ബന്ധപ്പെട്ട അനുബന്ധപ്പെട്ട RSS പ്രവർത്തകർ ഈ ക്ഷേത്രത്തിലെത്തി മൈക്ക് എടുക്കാൻ നേരത്തെ ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽപ്പെടുന്ന മൈക്ക്, അപ്പോൾ ദേവസ്വം ജീവനക്കാരനായ M രഞ്ജിത്ത് ഇക്കാര്യത്തിൽ ഇതിന് അനുമതി ഉണ്ടോ എന്നൊരു അന്വേഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായി നടത്തിയ അന്വേഷണമാണ്. എന്നാൽ ഇതിൽ പ്രകോപിതനായി അടുത്ത ദിവസം ഞായറാഴ്ച എത്തുകയും രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞ തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണി വരുത്തുമെന്ന തരത്തിൽ വധഭീഷണി മുഴക്കുകയായിരുന്നു. തല തല്ലി പൊളിക്കും എന്ന തരത്തിൽ. ഇത് രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടുന്നത് സ്ഥലത്തെ സജീവ RSS പ്രവർത്തകർ ആണെന്നാണ്. അതിൽ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്ന ഇത് ചില വ്യക്തികൾ RSSന്റെ ജില്ലാ ഭാരവാഹിത്വത്തിൽ ഉള്ള ആളുകൾ തന്നെയാണെന്നാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇവിടെ RSSന്റെ ശാഖ പ്രവർത്തിക്കുന്നതിന് വിലക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ക്ഷേത്ര സമിതി അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായിട്ടും അതുപോലെ മറ്റാളുകളുമായി RSSന് വലിയ വിയോജിപ്പ് നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്തരത്തിൽ ഈ ക്ഷേത്രത്തിനുള്ളിൽ ചില കാര്യങ്ങളിൽ അനധികൃതമായി ഇടപെടുന്നു എന്ന സ്ഥലത്ത് പല ആളുകളും പരാതി പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം കൂടി നടക്കുന്നത്. ഏതായാലും പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. കാവ്യ. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.